നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ വീഡിയോ അതായത് 1/7/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ വീണ്ടും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 115 രൂപ, ഒരു പവൻ്റെ മുകളിൽ 920 രൂപയാണ് ഇന്ന് വൈകിട്ട് കുറഞ്ഞത്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് പുതിയ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുകയും ഈ സാഹചര്യം പഴയ സ്വർണത്തിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കുകയും ചെയ്തു. സ്വർണത്തിനൊപ്പം വെള്ളി വിലയും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂപ്പുകുത്തിയ സ്വർണ്ണവില ഇന്ന് നോക്കുമ്പോൾ 22 ക്യാരറ്റ് 1 ഗ്രാം 12,905, ഒരു പവൻ 1,03,240. അതുപോലെ 24 ക്യാരറ്റ് 14,078, ഒരു പവൻ 1,12,624. 18 ക്യാരറ്റ് നോക്കുമ്പോൾ 1 ഗ്രാം 10,559, ഒരു പവൻ 87,472. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 268, RSS 5 കിലോ 264, ISN 20 230, ലാറ്റക്സ് 60% DRC 170 രൂപ 15 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 268, RSS 5 കിലോ 264. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 260, RSS 5 കിലോ 257. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 267 രൂപ 16 പൈസ, RSS 2 265 45 പൈസ, RSS 3 263 രൂപ 88 പൈസ, RSS 4 261 രൂപ 3 പൈസ, RSS 5 262 60 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്ന് രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RSS 4ഉം 5ഉം മാറ്റമില്ലാതെ തുടരുകയാണ്. ESNL 1 രൂപയാണ് കൂടിയത്. ലാറ്റക്സ് 60% DRCയിലും കൂടിയിട്ടുണ്ട്. അതുപോലെ വിദേശത്തും റബ്ബറിൻ്റെ വില കൂടുകയാണ്. അനുകൂല കാലാവസ്ഥ ഇപ്പോൾ മാറി അനുകൂലമായ കാലാവസ്ഥയാണ് റബ്ബർ ടാപ്പിംഗ്. സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മഴക്കാലമായിട്ടും പ്രതീക്ഷിച്ച മഴ ലഭിക്കുന്നതിനാൽ സംഭരണികളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജലലഭ്യത വളരെ കുറവാണ്. വൈദ്യുതി ഉൽപ്പാദനം വരും ദിവസങ്ങളിൽ ഇനിയും കുറയും. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിലും തടസ്സങ്ങൾ നേരിടുന്നു. ഇത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടാനിടയുണ്ട്. ഈ വർഷം കേരളത്തിൽ മഴ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണം പറയുന്നത്. വില നിയന്ത്രണം മറികടന്നും വൈദ്യുതി വാങ്ങേണ്ടി വരും, KCB പറയുന്നത്. സംസ്ഥാനത്ത് ഡിസംബർ വരെ രാത്രിയിലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്നും KCB പറയുന്നു. നിലവിൽ വൈദ്യുതി വാങ്ങാൻ യൂണിറ്റിന് 10 രൂപ എന്ന ഉയർന്ന പരിധി നിയന്ത്രണമുണ്ടെങ്കിലും വേണ്ടി വന്നാൽ അതും മറികടക്കേണ്ടി വരുമെന്നാണ് KCB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചത്. മഴ പെയ്ത് സംഭരണികളിൽ ജലം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി.